സൈഡിലൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ബാക്കിയുണ്ട്. സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. വളരെ വേഗത്തിലായിരുന്നു ഈ ടോൾ പ്ലാസിന്റെ ഒക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയത്. നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് NH66 വർക്ക് നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ അറപ്പുഴ പാലത്തിന്റെ അടുത്താണ്. അറപ്പുഴ പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. പുതുതായിട്ട് വർക്ക് കഴിഞ്ഞ പുതിയ പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാം, നമുക്ക് പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ട്, പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ബ്ലോക്കുകളൊന്നുമില്ല. ഇവിടെ ഇതിന്റെ സൈഡില് പുതുതായിട്ടൊരു പാലത്തിന്റെ വർക്കുകൾ നമ്മൾ കാണിച്ചിരുന്നു. അതിന്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അതിന്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ കാണാൻ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞുകൊണ്ട് വാഹനങ്ങൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ വർക്കുകൾ ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്, ലൈൻ മാർക്കിങ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സൈഡില് പഴയ പാലത്തിന്റെ ഈ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ നടക്കാനുണ്ട്. പഴയ പാലം പൊളിച്ച് അതിന്റെ ബാക്കി വരുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ക്രാഷ് ബാരിയറുകൾ, പുതിയ രീതിയിലുള്ള ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് താഴ്ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ താഴെ വരുമ്പോൾ കാണുന്നത് പില്ലർ വർക്കിന് ആവശ്യമായിട്ടുള്ള കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പുഴയില് പൈലിങ് നടക്കുന്നുണ്ട്. ഇനി രണ്ട് ഭാഗത്ത് പൈലിങ് നടക്കുന്നുണ്ട്. വെള്ളത്തില് ഭാഗത്ത്, അവിടെ കരഭാഗത്ത് ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ രണ്ടെണ്ണം വെള്ളത്തിലുള്ള പില്ലറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാണാം നമുക്ക്. അത് ശരിക്കും ഒരു ചെറിയൊരു ബോട്ട് തന്നെയാണ്, ഒരു ജങ്കാറ് പോലെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ നിന്ന് പൈലിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഒരു തൂണിന്റെ വർക്കുകൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത തൂണിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ സൈഡിൽ വരുന്ന ഒരു കഴിവരി കൊടുക്കുന്ന വർക്കാണ് ഇനി നടക്കാനുള്ളത്. ഒരു സൈഡിൽ ഒരു നടപ്പാതയൊക്കെ ഉണ്ട്, ഫുട്പാത്ത്. അപ്പൊ അതിന്റെ വർക്കിന് വേണ്ടിയുള്ള പലകയൊക്കെ അടിക്കുകയാണ്. ഇവിടെ കാണാം നമുക്ക് അവിടെ വർക്കേഴ്സ്. ഇവിടെ കുറെ ഇങ്ങനെ ഡ്രമ്മിലൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് എന്താ വർക്കിന് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് തോന്നുന്നത്. ഇവിടെയാണ് ഇവര് കമ്പിയും കാര്യങ്ങളൊക്കെ ബെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടെയാണ്. ഇവരെ റൂമൊക്കെ ഇവിടെ തന്നെയാണ്, ഇതിന്റെ താഴ്ഭാഗത്ത്. അപ്പൊ ഇതിന്റെ മുകളിലൂടെ ഇപ്പൊ വാഹനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു. നമുക്ക് അങ്ങോട്ടാണ് ഇനി പോവാനുള്ളത്. ഇവിടെ കാണാം നമുക്കൊരു റോപ്പ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് ഇതിനെ ലോക്കാക്കി വെച്ചേക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാന്. അപ്പുറത്ത് വേറൊരു റോപ്പ് വെച്ച് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിവിടെ നിർത്തിയിട്ടുള്ളത്. മഴക്കാലം ആവുമ്പോഴേക്കും വർക്ക് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള വർക്കൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി മാമ്പുഴ പാലത്തിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയും
ഇതുപോലെ ടോൾ പ്ലാസിന്റെ വർക്ക് നടക്കുന്നുണ്ട്, പിന്നെ പാലത്തിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നോക്കാനാണ് പോകുന്നത്. പഴയ പാലത്തിലൂടെ വളരെ കുറച്ച് വാഹനങ്ങളാണ് ഇപ്പോൾ വരുന്നുള്ളൂ. ബ്ലോക്കൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പുതിയ പാലം. പുതിയ പാലത്തില് ഇനി ലൈൻ മാർക്കിങ് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്താണ് ജോയിന്റിങ് ഉണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഫിനിഷിങ് വർക്കുകളൊക്കെ ഇനിയുണ്ട്. ലൈറ്റിന്റെ കാലുകളൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാടുണ്ട്. രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയതുകൊണ്ട് ബ്ലോക്കുകളൊക്കെ പോയി. പന്തീരങ്കാവ് ഭാഗത്താണ്. ഞാൻ എപ്പോഴും ഇതേ വഴി പോകുമ്പോൾ കാണിക്കണം എന്ന് വിചാരിക്കും, പിന്നെ മറക്കും. ഈ ഭാഗത്ത് ഇവിടെ കാണാം, നമുക്ക് കോൺക്രീറ്റ് വാള് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ സർവീസ് റോഡിന്റെ വർക്ക് ഒട്ടും തുടങ്ങിയിട്ടില്ല. ഇതിന് ഒരുപാട് വലിയ പാറകൾ കാണാം, നല്ല സ്ട്രോങ് ആയ പാറകൾ. ഈ പാറകളൊക്കെ എടുക്കാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാടുണ്ട് ഈ ഭാഗത്തൊക്കെ. കോഴിക്കോട് ബൈപ്പാസിന്റെ ഭാഗത്തും ഇതുപോലെ അങ്ങനെ പോകുന്ന കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഇനി ഒരുപാട് സർവീസ് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇവിടെ കാണാം, നമുക്ക് ഇത്രയും ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് വാള് ചെയ്തിട്ടുള്ളൂ. കമ്പിയൊക്കെ അങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാം. ഇനി വലിയ പാറകൾ തന്നെ എടുക്കാനുണ്ട്, നല്ല സ്ട്രോങ് ആയ പാറകളാണ്. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, ഹൈവേ എന്നുള്ള ഒരു എക്സിറ്റ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ചപ്പുറത്താണ് ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജൊക്കെ വരുന്നത്. ആ ഭാഗത്ത് അതിന്റെ വർക്ക് നമ്മൾ കാണിച്ചിരുന്നേ. അതിന്റെ അടിഭാഗത്തുള്ള കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ വർക്കുകളൊന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ ഒന്നും നിർത്തിയില്ല. അത് ഇതെന്ന് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ കോൺക്രീറ്റ് വാളിന്റെ വർക്ക് പകുതിയാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഉള്ള എന്തൊക്കെയാണ് വരുന്നുള്ളത്. മാമ്പുഴ പാലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം, നമുക്ക് ഈ സൈഡിലൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ബാക്കിയുണ്ട്. സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്, സർവീസ് റോഡിന്റെ വർക്ക് എല്ലാം കൂടെ ഒരുമിച്ചാണ് നടക്കുന്നത്. ഇവിടെ ഇതിന്റെ മുകളിലൂടെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനുള്ള ഒരുക്കങ്ങളാണ്. ഇതിന് കമ്പി കെട്ടുന്ന വർക്കുകൾ ഇവിടെ കാണാൻ, കമ്പി കെട്ടുന്നത്. കുറച്ച് ഭാഗത്ത് വാളുകൾ കെട്ടുന്നുണ്ട്. ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ കുറച്ച് വീതിയൊക്കെ ഉള്ള കാണുന്നുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. ഒരു തോട് പോലെയാണ് ഡ്രൈനേജ്. പിന്നെ പകുതി ഭാഗത്ത് റോഡും. അപ്പോൾ അത്യാവശ്യം കോൺക്രീറ്റ് റോഡ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ ഇനി വലിയൊരു മാറ്റം ചെയ്യാനുള്ള ഈ കറണ്ടിന്റെ ഈ പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ സെൻട്രൽ ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പന്തീരങ്കാവ് ഫ്ലൈ ഓവറിന്റെ ആ ഓവർപാസിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ബാക്കിയുള്ളത്. അപ്പൊ നമുക്കിനി അവിടെ ടോൾ പ്ലാസന്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മുകളിലൊക്കെ നമ്മുടെ കേരള സ്റ്റൈലിൽ ഓടൊക്കെ ഇട്ടിട്ടുള്ള രീതിയിലാണ് ടോൾ പ്ലാസിന്റെ വർക്കുകൾ നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ ഹൈവേയില് ഓരോ വാഹനത്തിന്റെ ഡ്രൈവർമാർക്കും ഓരോ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ചില നാഷണൽ പെർമിറ്റിന്റെ ഡ്രൈവർമാര് സെൻട്രലിലൂടെ പോകുന്നു, കുറച്ച് പേര് ഇടത് സൈഡിലൂടെ പോകുന്നു. അവർക്കൊക്കെ തോന്നുന്ന പോലെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്.
അപ്പോൾ കറക്റ്റായിട്ട് ആർക്കും ഒരു നിയമം അറിയില്ല. ഇനി വർക്ക് കഴിഞ്ഞാലും എങ്ങനെയാണെന്ന് ഓടിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ കറക്റ്റ് ഫോളോ ചെയ്ത് ഓടിക്കാനുള്ളതൊക്കെ ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിനെ കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നാട്ടിലുള്ള ആളുകളൊന്നും ഇങ്ങനെയുള്ള റോട്ടിലൂടെ ഒന്നും വാഹനം ഓടിച്ചിട്ടില്ല, അതിനുള്ള അറിവില്ല കുറേ പേർക്ക്. അപ്പോൾ അതൊക്കെ ചെയ്ത് കറക്റ്റ് അല്ലഞ്ഞാൽ അപകടങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ മാമ്പുഴ പാലം. പുതുതായിട്ട് വർക്ക് കഴിഞ്ഞ പാലത്തിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നില്ല. നേരത്തെയൊക്കെ പോയിന്ന്, ഇപ്പം താൽക്കാലികമായിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ടോൾ പ്ലാസിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പഴയ പാലത്തിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു വരാനുള്ള ഒരു ചെറിയ ഇതുകൊണ്ട് ഇവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫുട്പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പാലത്തിലും കാണാതെ ഇതിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇതിന് വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള വർക്കുകൾ ഇവിടെയുള്ള ഈ ഫില്ലറുകളൊക്കെ കൊടുക്കാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ കാണാം സർവീസ് റോഡ്. ഈ ഭാഗത്തേക്ക് സർവീസ് റോഡ് ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഭാഗത്ത് അത്രയും ഭാഗത്താണ് സർവീസ് റോഡ് ഉള്ളത്. അത് ഡെക്കാത്തിലോണ്ട അങ്ങോട്ടൊക്കെ പോകുന്ന ഭാഗത്ത്. അപ്പോൾ അവിടെ ഇതിൻ്റെ വർക്കുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് കോൺക്രീറ്റ് ചെയ്തത്. ടോൾ പ്ലാസിൻ്റെ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ കാണാം. നമുക്ക് ഇങ്ങനെ പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഒന്നിച്ച് കോൺക്രീറ്റ് ചെയ്യല്ല. അപ്പോൾ ഒരു കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അതിന് ശേഷം പിന്നെ അടുത്തൊരു ഭാഗമായിട്ട് ചെയ്യണേ. കാരണം നമുക്ക് ഇനി ഇവിടെയാണ് ചെയ്യാനുള്ളത്. ഇത്രയും ഭാഗത്ത് ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ആകെ മണ്ണ് കൂട്ടി ഇളക്കിയിട്ടൊക്കെ പോലെ കാണുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ ഒരു സർവീസ് റോഡ് പോലെ ഉണ്ട്, പക്ഷെ ഇത് റോഡാവും തോന്നില്ല. ഇവിടെ ഇനി നമുക്ക് ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ വരാനുണ്ട്. പാലം കടന്നു വരുന്ന ആ ഭാഗത്തൊക്കെ ടാറിങ്, കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഭാഗത്താണ് കോൺക്രീറ്റ് തോന്നുന്നത്. കാരണം നമുക്ക് ഇത്രയും ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. കമ്പിയൊക്കെ വളരെ കുറവാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു പൈപ്പൊക്കെ കൊടുത്ത് കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള. ഇപ്പോൾ വർക്കേഴ്സ് ഒന്നും ഇവിടെ കാണുന്നില്ല, കോൺക്രീറ്റ് വർക്കൊന്നും കാണുന്നില്ല ഇവിടെ. ഇതാ ഇത്രയും ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇത് രണ്ടും കൂടെ ജോയിന്റ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടെ. അവിടെ പാലത്തിന്റെ വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, പുതിയ പാലത്തിന്റെ. അവിടെ ആ സൈഡിലാണ് പാലത്തിന്റെ വർക്ക്. അതിന്റെ ഗർഡറുകളൊക്കെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ ഉള്ള വർക്കുകളിലെ ഒരുക്കങ്ങളാണ്. അപ്പൊ നമ്മൾ ടോൾ പ്ലാസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസിന്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. കാരണം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ കോണികളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പുകൾ. ഇവിടെ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള കട്ടകൾ എടുക്കുന്നുണ്ട്. ഇതിൽ കൊടുത്തിട്ടാണ് ഇവർക്ക് മുകളിലേക്കുള്ള കട്ടകളൊക്കെ പൊക്കി കൊടുക്കുന്നത് ഈ മെഷീൻ ഉപയോഗിച്ച്. വളരെ വേഗത്തിലായിരുന്നു ഈ ടോൾ പ്ലാസിന്റെ ഒക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയത്. നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ടേപ്പുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അത് നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഉള്ളില്. അവിടെ കാണാൻ നമുക്ക് ഒരു വർക്ക് നടക്കുന്നുണ്ട്. നല്ല പുതിയ അടിപൊളിയായിട്ടുള്ള ഓടകളൊക്കെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇവിടെ
ക്രാഷ് ബാരിയറിന്റെ വർക്ക് ഉണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. അതിന്റെ സെന്റർ ഭാഗത്തൊക്കെ കോൺക്രീറ്റിന്റെ ബാക്കിയുണ്ട് വരുന്നത്. ഇവിടെ കാണാം നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കണ ഇങ്ങനത്തെ റൂഫിങ് ഇങ്ങനെയാണ്. അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഇതിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. ഇപ്പൊ വർക്കേഴ്സ് ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കണേ. ഇവിടെ കുറെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല. ഇവരെ സ്റ്റാഫുകൾക്ക് നിൽക്കാനുള്ളത് ഇതിന്റെ അങ്ങനെയുള്ള റൂമുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ വെട്ടിച്ചിറ ഭാഗത്തും ഇതുപോലുള്ള കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു നമ്മള്. ഇവിടെ പിന്നെ വെയിറ്റ് നോക്കുന്ന സംഭവമാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീന്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ കോൺക്രീറ്റ് ഒക്കെ ലെവൽ ചെയ്യുന്നതും ഇതൊക്കെ. നൈറ്റിലും ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു. നൈറ്റിലൊക്കെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഇവരെ സ്റ്റാഫുകൾക്കുള്ള റൂമുകൾ കാര്യങ്ങൾ മറ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇതേ സ്റ്റൈലില് ഈ ഓടിട്ട സ്റ്റൈലിലാണ് ചെയ്യുന്നത്. കട്ട വെച്ച് പടുത്തതിന് ശേഷം ഇതാ ഓട് വെച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് അവിടെ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയൊരു ടോൾ പ്ലാസന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇതിന്റെ ഇതേപോലുള്ള ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഒരു സൈഡിലൂടെ ഇപ്പൊ കടത്തി വിടുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഈ ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നേരെ പോവാൻ പറ്റും തോന്നുന്നു. അതിന്റെ വർക്കാണ്. ഇവിടെ എത്രയും പകുതി ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും കുറെ ഇത്രയും ഭാഗത്ത് ചെയ്യാനുണ്ട്. ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതിന്റെ സെന്റർ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും വർക്കുകള് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോവാ. വെള്ളം നനച്ചുകൊണ്ട് ഇട്ട ചാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ JCBന്റെ ഒരു ചെറിയൊരു വണ്ടിയാണിത്. എന്താണിത്? ഇതൊരു മണ്ണൊക്കെ നീക്കുന്ന ഒരു ചെറിയ വണ്ടിയാണ്. കാണാം. ഇവർക്കുള്ള വെള്ളം ഇതില് കൊണ്ടുവന്നത് കാണാം. കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഭാഗം ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കാണിച്ചിരുന്നേ. ഇത് അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. മുഴുവനായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്താൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇവർ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഇട്ട് വെക്കുക. അപ്പോൾ കംപ്ലൈൻറ്റ് വരുമ്പോൾ ആ ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ്. തേപ്പ് നടക്കുന്നുണ്ട് ഉള്ളില്. ഇത്ര പെട്ടെന്ന് എല്ലാ വർക്കുകളും നടക്കുന്നത്. ഇതിന്റെ സൈഡിലൊക്കെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് താൽക്കാലികമാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ളൊക്കെ പുതിയൊരു മാറ്റങ്ങള്. നമുക്ക് ആ ടോൾ പ്ലാസന്റെ അടുത്തൂടെ ഒന്ന് പോയി നോക്കാം. അത് നമ്മള് ഈ ടോൾ പ്ലാസന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കാണാം സർവീസ് റോഡിന്റെ വർക്കുകൾ, ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ മുന്നേ തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് സർവീസ് റോഡ് ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നത്. ഇവിടെയൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ ആയതുകൊണ്ട് പെട്ടെന്ന് വെച്ച് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് ടാറിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ഇത്രയും ഭാഗത്തേക്കാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഇവിടെയും നല്ല കനത്തിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഐമാസ് ലൈറ്റിനുള്ള തൂണുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഇതൊക്കെ എവിടെയാണ് ഫിക്സ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയർ റെഡിയാണ്. വെക്കാനുള്ള ക്രാഷ് ബാരിയറിന് ഭാഗം ഇനി ചെയ്യാനുണ്ട്. സോറി. അപ്പൊ ഇതാണ് ഇവിടെയുള്ള മണ്ണൊക്കെ പൊടിയൊക്കെ നീക്കുന്ന ഒരു ട്രാക്ടർ. ഇവിടെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു ഓടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ സാധാ വീടിനൊക്കെ വെക്കുന്ന ഓടല്ല തോന്നുന്നു. കുറച്ച് മോഡേണായ ഓടാണ് വെക്കുന്നത്. നല്ല ഭംഗിയുള്ള ഓട് തന്നെയാണ്. അപ്പോൾ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ
ഇത് നല്ലൊരു ഭംഗിയായി തോന്നും. കാരണം പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു കാണാനുള്ളൊരു സ്പോട്ടായി മാറും. കാരണം ഇങ്ങനെയുള്ള ഡിസൈനിലൊന്നും അങ്ങനെ ടോൾ പ്ലാസകൾ എവിടെയും അങ്ങനെ കാണാറില്ല. ഇവിടെ എന്തോ സംഭവം ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇത് എന്താണ് അറിയില്ല. കുറേ പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഷീറ്റിൻ്റെ ഉള്ളിലൂടെ. ഇവിടെ അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗത്താണ്. എന്തോ ഒരു സംഭവമാണത്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ കാണാം നമുക്ക് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയൊരു ഭാഗം ഇങ്ങനെയാണ്. ഇതിങ്ങനെ കോൺക്രീറ്റിൽ പിടിപ്പിച്ചതാണ്. എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. ഇതാണ് സോറി സെൻസറാണ്, സെൻസറിൻ്റെ ഭാഗമാണ്. ഇതായിരിക്കും നമ്മുടെ വട്ടപ്പാറ വെട്ടിച്ചിറ ഭാഗത്തൊക്കെ ഉണ്ട് സെൻസറാണ്. സോറി, ഇത് വെള്ളം നിറച്ചിട്ടുള്ള ഒരു സെൻസറാണ് തോന്നുന്നത്. ഇതിൽ വാഹനങ്ങൾ കയറുമ്പോൾ ഇതിലുള്ള വെള്ളം ഇതിലൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എന്തൊക്കെയോ കാൽക്കുലേഷൻ കിട്ടുന്നത് തോന്നുന്നത്. ഇനി അറിയുന്നവർ ഇതിനെപ്പറ്റി വലിയ കമൻ്റ് ഒന്നും ചെയ്യേണ്ട. എനിക്കറിയുന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. അവിടെ കാണാൻ നമുക്ക് ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തൊക്കെ. ഇത് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് വെട്ടിച്ചിറ ഭാഗത്ത് ഇങ്ങനെ ഒരു കറുത്ത ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കാറുണ്ട്. അതായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കോഴിക്കോട് ഭാഗത്തുള്ള രണ്ടാമത്തെ ടോൾ പ്ലാസ. ഇവിടെ ഇനി പടവ് നടക്കുകയാണ്. ഇപ്പോൾ മുകളിൽ പടവിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഐമാസ് ലൈറ്റിനുള്ള സ്പോട്ട് അവിടെയാണ് തോന്നുന്നത്. അവിടെയാണ് അതിൻ്റെ ഇത് കാണുന്നത്. ഇതൊക്കെയാണ് നമ്മളെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അറപ്പുഴ പാലം മുതൽ മാമ്പുഴ പാലം, ടോൾ പ്ലാസ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.